നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാവൂ, അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഇല്ലാതാക്കേണ്ടതല്ല. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ, അത് ആവശ്യമാണോ, അത് ദയയുള്ളതാണോ? നടൻ വിജയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുമുള്ള വിശകലനമാകട്ടെ ഈ എപ്പിസോഡ്. ആരാധകരുടെ കാര്യത്തിൽ നടൻ രജനീകാന്തിനെ കടത്തിവെട്ടുക എന്നുള്ളത് തമിഴ്നാട്ടിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൂപ്പർ സ്റ്റാർ എന്ന പദവി രജനീകാന്തിന്റെ മാത്രം സ്വന്തമായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനായ കമാൻഡറിന്റെ പിന്നിൽ തമിഴ് സിനിമാ പ്രേമികൾ അണിനിരന്നു. ആ യങ് കമാൻഡറിന്റെ തമിഴിലെ അർത്ഥമാണ് ഇളയ ദളപതി. നടനായ വിജയ്ക്ക് തമിഴ് മക്കൾ സ്നേഹപുരസ്സരം ചാർത്തിക്കൊടുത്ത പേരാണ് ഇളയ ദളപതി. വിജയ്ക്ക് ഇന്ത്യയിൽ മാത്രമല്ല ആരാധകരുള്ളത്, അങ്ങ് ചൈനയിലും ജപ്പാനിലും വരെ ആരാധകരുണ്ട്. വിജയ് നായകനായി സിദ്ദീഖ് സംവിധാനം ചെയ്ത കാവലൻ എന്ന തമിഴ് സിനിമ ചൈനയിൽ മൊഴിമാറ്റം നടത്തി വൻ വിജയം നേടിയതായി അതിന്റെ നിർമ്മാതാവ് സിദ്ദീഖിനെ അറിയിച്ചിരുന്നു. വിജയുടെ പിതാവായ എസ്.എ. ചന്ദ്രശേഖർ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെയായി 50-ലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം ഒരു കത്തോലിക്ക ക്രിസ്ത്യൻ കുടുംബാംഗമാണ്. ഭാര്യ ശോഭ ഹിന്ദുവുമാണ്. അവർക്ക് 2 കുട്ടികൾ ജനിച്ചു എങ്കിലും ഇളയ പെൺകുട്ടി 2ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള ഏക ആൺതരിയാണ് വിജയ്. മകനെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ വഴിയൊരുക്കിയത് പിതാവിന്റെ കഠിന പ്രയത്നമായിരുന്നു. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ തന്നെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ ചില വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മകന് അവസരങ്ങൾക്ക് വേണ്ടി വളരെ പ്രശസ്തരായ സംവിധായകരുടെ അടുക്കലേക്ക് തന്റെ മകനെയും കൂട്ടി അദ്ദേഹം ചെല്ലാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇത് പറയാനുള്ള കാരണം എസ്.എ. ചന്ദ്രശേഖർ തന്റെ മകൻ വിജയും കൂട്ടി ഫാസിലിന്റെ മദ്രാസിലെ വീട്ടിൽ അവസരത്തിന് വേണ്ടി വന്നിരുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അന്നും വിജയ് ചില സിനിമകളിലൊക്കെ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. വലിയ ഹിറ്റുകളൊന്നും നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ചില ചിത്രങ്ങളൊക്കെ ശരാശരി വിജയം കൈവരിച്ചിരുന്നു. ഫാസിലിന്റെ അനിയത്തിപ്രാവെന്ന സിനിമയുടെ അത്ഭുതകരമായ വിജയത്തിന് ശേഷം തമിഴ് നിർമ്മാതാവായ ശങ്കിലി മുരുകൻ ഈ ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്യാനായി ഫാസിലിനെ സമീപിക്കുന്നു. ഉടൻ തന്നെ വിജയെ വെച്ച് ആ ചിത്രം പ്ലാൻ ചെയ്യുന്നു. ആലപ്പുഴയിൽ തന്നെയായിരുന്നു അതിന്റെയും ചിത്രീകരണം. ഫാസിലിന്റെ വീട് തന്നെയായിരുന്നു സിനിമയിൽ വിജയിയുടെ വീട്. ഞാനവിടെ ചെല്ലുമ്പോൾ വിജയ് ഒറ്റയ്ക്കൊരു മൂലയിൽ ഒരു കസേരയിൽ ഇരിക്കുന്നത് കാണാം. ആരോടും കൂടുതൽ ഇടപഴകാറില്ല. ആ തമിഴ് ചിത്രത്തിന്റെ പേര് കാതലുക്ക് മര്യാദൈ എന്നായിരുന്നു. മലയാളത്തിലെ ബേബി ശാലിനി തന്നെയായിരുന്നു ആ ചിത്രത്തിലെയും നായിക. ആ ചിത്രം തമിഴ്നാട്ടിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അനിയത്തിപ്രാവിനേക്കാൾ നിരവധി ഇരട്ടി കളക്ഷൻ. കുടുംബ പ്രേക്ഷകർ കാതലുക്ക് മര്യാദ കാണാൻ ഇരച്ചു കയറി. വിജയുടെ ഇമേജും ആരാധക വൃന്ദവും കുതിച്ചുയർന്നു. വിജയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉയർത്തിയ ആദ്യ ചിത്രം. ഇതാണ് യഥാർത്ഥ സത്യം. എന്നാൽ തമിഴ് മീഡിയയിലും മറ്റെവിടെയും ഈ തുറന്നു പറച്ചിൽ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വിജയുടെ തിരക്ക് വർദ്ധിച്ചപ്പോൾ വീണ്ടും വിജയെ നായകനാക്കി ഫാസിൽ മറ്റൊരു ചിത്രം സംവിധാനം ചെയ്തു. കണ്ണുക്കുൾ നിലവ് എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. ആ ചിത്രത്തിലും നായിക ബേബി ശാലിനി തന്നെയായിരുന്നു. എന്നാൽ ആ ചിത്രം ഒരു ദയനീയ പരാജയമായിരുന്നു. ഒരുപക്ഷെ ഈ പരാജയം കൊണ്ടായിരിക്കാം ആദ്യം വിജയം നേടി മാർക്കറ്റ് വാല്യൂ ഉയർത്തിക്കൊടുത്ത കാതലുക്ക് മര്യാദ എന്ന ചിത്രത്തെ വിസ്മരിച്ചത്. എന്നാൽ അതിനെ തുടർന്ന് വിജയ അഭിനയിച്ച മറ്റ് ചിത്രങ്ങളെല്ലാം ഗംഭീര വിജയങ്ങളായിരുന്നു. അത് ആരാധകരെ ആഹ്ലാദ തിമിർപ്പിലെത്തിച്ചു. കാതലുക്ക് മര്യാദ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ശങ്കിലി മുരുകൻ തന്നെയായിരുന്നു വിജയ് ചിത്രമായ സുറ എന്ന ചിത്രത്തിന്റെയും നിർമ്മാതാവ്. അതിന്റെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആലപ്പുഴ തന്നെയായിരുന്നു. ഫാസിലിന്റെ മാനേജറായിരുന്ന ബാബു ഷഹീറും പ്രൊഡക്ഷൻ മാനേജറായിരുന്ന
എ കബീറും ആ ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും തോട്ടപ്പള്ളിയിലുമൊക്കെ അതിന്റെ ചിത്രീകരണം നടന്നു. അതിനിടയിൽ ഫാസിലിന്റെ മാനേജർ ബാബു ഷഹീറിനോട് വിജയ് പറയുന്നു, എനിക്ക് ഫാസിൽ സാറിനെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന്. ബാബു വിജയും കൂട്ടി ഫാസിലിന്റെ അരികിലേക്ക് ചെല്ലുന്നു. വിജയ് ഫാസിലിനോട് ആവശ്യപ്പെടുന്നു, സാർ എന്നെ വെച്ച് ഒരു പടം പെട്ടെന്ന് പ്ലാൻ ചെയ്യൂ എന്ന്. അന്ന് വിജയ് എന്ന നടന്റെ ഒരു ഡേറ്റ് കിട്ടുക എന്നുള്ളത് മലയാളത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഡേറ്റ് ഒന്നിച്ചു കിട്ടുന്നത് പോലെയാണ്. നമുക്ക് നോക്കാം എന്ന് ഫാസിൽ പറഞ്ഞു. പിന്നീട് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണം ഇന്നും അജ്ഞാതമാണ്. എന്നാൽ അനിയത്തിപ്രാവിന്റെ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ വിജയിയെ വെച്ച് 2 ചിത്രങ്ങൾ നിർമ്മിച്ചു. ഫ്രണ്ട്സും അഴകിയ തമിഴ് മകൻ എന്ന ചിത്രവും. ഫ്രണ്ട്സ് ഹിറ്റടിച്ചപ്പോൾ അഴകിയ തമിഴ് മകനിലൂടെ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞു. വിജയ് ചിത്രങ്ങളിലെ ഫൈറ്റും പാട്ടുകളും നൃത്തങ്ങളുമെല്ലാം പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്നവയാണ്. തുള്ളാത മനവും തുള്ളും, ഖുഷി, തിരുപ്പാച്ചി, ഗില്ലി എന്നീ ചിത്രങ്ങൾ റിക്കാർഡ് കളക്ഷൻ നേടിയിരുന്നു. അതിൽ ഗില്ലി എന്ന ചിത്രത്തിൽ വിജയ് തൃഷ ജോഡികൾ അരങ്ങ് തകർത്തപ്പോൾ രജനീകാന്ത് ചിത്രങ്ങളുടെ കളക്ഷനുകളെ അത് പിന്നിലാക്കി. തൃഷ വിജയ് ചിത്രങ്ങൾ പ്രശസ്തിയോടൊപ്പം പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. ഇവരെ 2 പേരെയും ചേർത്ത് നിറം പിടിപ്പിച്ച പല കഥകളും തമിഴ്നാട്ടിലെങ്ങും അലയടിച്ചു. ഇതിനിടയിൽ വിജയും തന്റെ പിതാവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള അവരുടെ കൈകടത്തലിനെതിരെയായിരുന്നു. അത് വിവാദമാവുകയും അവസാനം കോടതിയിലെത്തുകയും ചെയ്തു. MGRും ജയലളിതയും വിജയകാന്തും ഒക്കെ അരങ്ങൊഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കണമെന്നും ആരാധകർ ആഗ്രഹിച്ചു. എന്നാൽ അന്ന് വിജയ് പറഞ്ഞത്, എനിക്കൊരു തൊഴിലുണ്ട്, അത് അഭിനയമാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഞാനില്ല, അതിന് നിയോഗിക്കപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ, അവർ അത് ചെയ്തു കൊള്ളട്ടെ എന്നായിരുന്നു. എന്നാൽ കാലവും സാഹചര്യവും അനുസരിച്ച് മനുഷ്യന്റെ മനസ്സും മാറും എന്ന് പറഞ്ഞതുപോലെയാണ് വിജയ്ക്ക് മാറ്റമുണ്ടായത്. വിജയ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന്റെ ഓരോ ചുവടുകളും വെച്ചത്. ആദ്യം ചെയ്തത് രസികമണ്ഡലം, അതായത് ഫാൻസ് അസോസിയേഷൻ, അവരെ വെച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് അനവധി സഹായങ്ങൾ അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി ചെയ്തു കൊടുത്തു. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിനായി വേദിയിലെത്തിയ വിജയിയുടെ പ്രസംഗം അന്ന് വലിയ വാർത്തയായി. നിങ്ങളുടെ മാതാപിതാക്കളോട് പണം വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ച് മനസ്സിലാക്കണം. അവർ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വോട്ടിന് വേണ്ടി നൽകിയ പണം എന്തെങ്കിലും അഴിമതിയിലൂടെ നേടിയെടുത്തതായിരിക്കും. അത് വാങ്ങി വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് തന്ന പണം തിരിച്ചു പിടിക്കാൻ ഇരട്ടി അഴിമതി അവർ നടത്തും. വിജയ് ആ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിൽ പലയിടത്തും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന സമ്പ്രദായം നിലവിലുണ്ട്. ഒടുവിൽ തമിഴ് മക്കൾ ആഗ്രഹിച്ച ആ പ്രഖ്യാപനമുണ്ടായി. തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു എന്നായിരുന്നു അത്. ലക്ഷോപലക്ഷം ആൾക്കാരെ സാക്ഷി നിർത്തി അദ്ദേഹം തന്റെ പാർട്ടിയുടെ പേര് വെളിപ്പെടുത്തി. തമിഴ് വെട്രിക്കഴകം TVK. നിറഞ്ഞ കയ്യടിയോടെയും ആർപ്പ് വിളികളോടെയും വിജയ് ആരാധകർ അത് സ്വീകരിച്ചു. പെരിയാർ, അംബേദ്കർ, APJ അബ്ദുൽ കലാം, കാമരാജ് എന്നിവരെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ ഐക്കണായിട്ട് കാണുന്നത്. വിജയിയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം മറ്റ് രാഷ്ട്രീയ കക്ഷികളെയെല്ലാം അസ്വസ്ഥരാക്കി. അദ്ദേഹത്തിന്റെ ജാതി, കുടുംബ ബന്ധങ്ങൾ എന്നിവ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊടിപ്പും തൊങ്കലും ചേർത്ത് എതിർകക്ഷികൾ നിരത്തിവെച്ചു. പേര് ജോസഫ് വിജയ് എന്നും തൃശയുമായുള്ള ബന്ധമറിഞ്ഞ ഭാര്യ പിണങ്ങിപ്പോയെന്നുമുള്ള വാർത്തകൾ വിജയിയുടെ ഇമേജ് തകർക്കുവാനായി പടച്ചുവിട്ടു. ഭാര്യയുടെ പേര് വെച്ച് സേവ് സംഗീത ഹാഷ്ടാഗ് തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഷെയർ ചെയ്തു. തൃശ മദ്യപിച്ച് രാത്രിയിൽ വിജയിയുടെ വീട്ടിന്റെ മുൻപിൽ വന്ന് നൃത്തം ചെയ്തു എന്നും തൃശയെ കൂടി വിജയ് തോഴിയായി കൂട്ടുമെന്നും TVK എന്ന പാർട്ടിയുടെ പേര് തന്നെ തൃശ വിജയ് കഴകം എന്നാണെന്ന് അവർ ആക്ഷേപിച്ചു. ഒടുവിൽ കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഒരു സ്വകാര്യ വിമാനത്തിൽ വിജയും തൃശയും വന്നിറങ്ങിയത് എതിർകക്ഷികൾ ഏറ്റവും വലിയ ആയുധമാക്കി. തമിഴ്നാട്ടിൽ 3 ജില്ലകൾ വെള്ളപ്പൊക്കം കാരണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയും 7ഓളം പേർ മരിക്കുകയും ചെയ്ത സ്ഥലത്ത് വിജയ് സന്ദർശനത്തിന് പോകാതെ ഗോവയിൽ തൃശയുമായി വിവാഹത്തിന് പോയത് വിവാദങ്ങൾ ആളിക്കത്തിച്ചു. അഥവാ കല്യാണത്തിന് പോകണമെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയും ഒത്തുപോയില്ല? ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്തതാണിതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തരം നിറം പിടിപ്പിച്ച ഗോസിപ്പുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.
വിജയ് വന്ന് തമിഴ്നാടിന്റെ തലയിലെഴുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. വിജയ്ക്ക് ഒരുപക്ഷെ ഭരണം പിടിച്ചെടുക്കാനായില്ലെങ്കിലും ഏതാനും സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനിയും കൂടുതൽ ശ്രദ്ധയോടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയാൽ ഭരണം പിടിച്ചെടുത്തെന്നും വരാം എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജീവിത പ്രശ്നങ്ങൾ കടലിലെ തിരകൾ പോലെയാണ്. ചിലപ്പോൾ ശക്തമാകും, ചിലപ്പോൾ ശാന്തമാകും. തിരകളില്ലാത്ത കടലും പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല. തളരാതെ മുന്നോട്ടു പോകണമെന്ന് മാത്രം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.